Hello students, we are going to start with the second semester, and the first semester is a continuation of separation axioms. So we can deal with the first module later so that we can complete the portions of last module of first semester, that is separation axioms, and then continue with the separation axioms from regularity, normality, etc. in the module 1 of semester 2. But we need the concepts of T0, T1, T2, T3, T4, or concepts of regularity and normality. We have to know what is regularity and normality throughout the course of topology. So I have introduced the concepts of regularity, completely regularity, and normality. In some theorems, we need the definitions. So we can apply the definitions on seeing the introductory classes on separation axioms. That only we need for taking module 3. Module 4 is actually entirely independent from these concepts. First we start with the embedding and metrization, which is module 3. We will go to module 1 and 2 later. Embedding and metrization does not require any other previous knowledge much. So we start with the embedding. This has two parts, embedding and metrization. First is embedding. We start with an example of embedding. Suppose that we have a function f from x to a particular space y1, and f from x to y1 is denoted by f1. Another function f2 from x to another set y2. ഈ സെറ്റ് തന്നെ അല്ല, കോഡൊമൈൻ മാറി. f3 f from x to y തന്നെ നമുക്ക് പല ഫംഗ്ഷൻസ് പറയാം, അങ്ങനെയല്ല. ഇതിന്റെ എല്ലാം കോഡൊമൈൻസ് വേറെ ആയിപ്പോയി. അതായത് ഫംഗ്ഷൻ f3 ഫ്രം x2, പക്ഷെ ഡൊമൈൻസ് സെയിം ആണ്, y3. അപ്പോൾ എനിക്ക് ഇവിടെ നിന്നൊരു f1x പറയാം. ഇത് f1 of 2 ആയിരിക്കും. f2 of 2 നമുക്ക് പറയാം. f2 of x, അതേ പോയിന്റ് xന് f2 of x പറയാം. ഈ f1x എവിടെ കിടക്കും? y1ലെ എലമെന്റ്. f2 of x എവിടെയായിരിക്കും? സെയിം പോയിന്റിന്റെ തന്നെയാണ്. ഈ ഫംഗ്ഷൻ വെച്ച് ഇമേജ് എടുക്കും വേറൊരു സെറ്റിലാണ്, y2. വാല്യൂ വേറെയാണെന്നുള്ളത് തന്നെയല്ല, വേറൊരു കോഡൊമൈൻ ആണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ നമുക്ക് f3x എന്ന് പറയുന്നത് കാൽക്കുലേറ്റ് ചെയ്യാം, അതൊരു y3യിലായിരിക്കും. ഇങ്ങനെ 3 ഫംഗ്ഷൻസ് നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ നമ്മൾ എംബഡിങ് ഡിഫൈൻ ചെയ്യാൻ വേണ്ടി എവാലുവേഷൻ ഫംഗ്ഷൻ എന്നുള്ളൊരു കൺസെപ്റ്റ് ആണ് എവാലുവേഷൻ ഫംഗ്ഷൻ. ഞാനിപ്പോൾ തൽക്കാലം എവാലുവേഷൻ എന്നതാണ്. എവാലുവേഷൻ ഈസ് എ ഫംഗ്ഷൻ. എവാലുവേഷൻ ഫംഗ്ഷൻ ആണ് നമ്മളിപ്പോൾ ഡിഫൈൻ ചെയ്യാൻ പോകുന്നത്. എവാലുവേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, കയ്യിലിരിക്കുന്നതെല്ലാം കൂടെ അനലൈസ് ചെയ്തിട്ടുള്ളൊരു പ്രോസസ്സാണ്. വാട്ട് വി ഹാവ് വിത്ത് അസ് is f1, f2, f3, 3 functions. We are going to do the evaluation of these 3 functions in terms of another function. Evaluation is another function. Since the term is evaluation, the new function is denoted by e, and the function is constructed so that it is an evaluation of f1, f2, f3. ഇവരെല്ലാം കൂടെ ചേർത്താണ് ഡിഫൈൻ ചെയ്യാൻ പോകുന്നത്. അതെങ്ങനെ ഡിഫൈൻ ചെയ്യും? ഇവരെല്ലാവരും എക്സിൽ നിന്ന്, അതുകൊണ്ട് ഈ എക്സിൽ നിന്നാണ്. മറ്റിടത്ത് എല്ലാവരെയും കൂടെ ചേർക്കണം. y1നെയും y2നെയും y3യെയും കൂടെ ചേർക്കാൻ എന്നാ മാർഗം? y1, y2, y3 3 പേർക്കും റോള് കൊണ്ടുവരണം. ചേർക്കാനുള്ള മാർഗം ഇതാണ്, ക്രോസ് പ്രോഡക്റ്റ്. വി കാൽക്കുലേറ്റ് ദ ക്രോസ് പ്രോഡക്റ്റ് ഓഫ് ദ കോഡൊമൈൻ. അപ്പോൾ അതിനെ ഇങ്ങനെ എഴുതണമെന്നില്ല, നമുക്ക് അത് 3 എണ്ണം ആവണമെന്നില്ല. ഇത് ഞാനൊരു എക്സാമ്പിൾ ആണെന്ന് പറഞ്ഞു. ഇവിടെ 10 എണ്ണം ഉണ്ടാകാം, 20 എണ്ണം ഉണ്ടാകാം. എണ്ണാൻ പറ്റിയില്ലാത്തത്രയും y1, y2, y3 പോലെ കോഡൊമൈൻ മാറി ഒരേ ഡൊമൈൻ എക്സ് വെച്ച് ഒത്തിരി ഫംഗ്ഷൻസ് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അങ്ങനത്തെ കേസിലേക്കാണ് നമ്മൾ എവാലുവേഷൻ ഫംഗ്ഷന്റെ ഡെഫിനിഷൻ എക്സ്റ്റെൻഡ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടി ഞാനത് 3 എണ്ണം വെച്ച് പറഞ്ഞു തന്നേ ഉള്ളൂ. ഈ ഫ്രം എക്സ് ടു ഇപ്പൊ തൽക്കാലം ഇങ്ങനെ തന്നെ എഴുതാം, y1 ക്രോസ് y2 ക്രോസ് y3. ഇതൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ. ആ ഫംഗ്ഷൻ പറയണമെങ്കിൽ ആ ഫംഗ്ഷൻ എങ്ങനെ പ്രവർത്തിക്കും എന്ന് നമുക്ക് പറയണം. ഈ ഫംഗ്ഷൻ എങ്ങനെ പ്രവർത്തിക്കും?
എക്സിലെ ഒരു പോയിന്റിൽ എങ്ങനെ പ്രവർത്തിക്കും എന്ന് കാണിച്ചു കൊടുത്താൽ മതി. ഇ എക്സ് എഴുതാൻ പറ്റണം. ഇ എക്സ് ഈക്വൽ ടു നമ്മൾ ഇവരുടെ എവാലുവേഷൻ ആയിട്ട് F1 F2 F3യുടെ എവാലുവേഷൻ ആയിട്ട് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന പുതിയ ഫംഗ്ഷനാണ്. അതിന് ഫംഗ്ഷന്റെ റൂൾ എന്നാന്ന് നമ്മൾ തന്നെ പറഞ്ഞു കൊടുക്കണം. ഇ എക്സ് എങ്ങനെ ഡിഫൈൻ ചെയ്യും? ഇ എക്സ് എവിടെയാ കിടക്കണ്ടേ? ഇ എക്സ് y1 ക്രോസ് y2 ക്രോസ് y3യിൽ കിടക്കണം. എക്സ് എന്ന് പറയുന്ന ഒരു പോയിന്റിന്റെ ഇമേജ് എടുക്കുമ്പോൾ അത് ഇ ഓഫ് എക്സ് ആയതുകൊണ്ട് ഈ പറയുന്ന ഫംഗ്ഷന്റെ കോഡൊമൈനിൽ കിടക്കണം. അപ്പൊ ഇതിന് 3 കമ്പോണൻസ് ഉണ്ട്. അപ്പൊ നമ്മുടെ പഴയ ഇരിക്കുന്ന കാര്യങ്ങൾ ഉപയോഗിക്കാനും ഉണ്ട്. ഇ എക്സ് F1x ആയിട്ട് കണക്റ്റഡ് ആണ്. F1x ഈസ് ദ ഫസ്റ്റ് കമ്പോണന്റ് ഓഫ് ദാറ്റ് പോയിന്റ് ഇൻ y1 ക്രോസ് y2 ക്രോസ് y3. നമ്മൾ F1x F2x F3x എഴുതാൻ എടുത്ത അതേ എക്സ് തന്നെയാണ് ഇ ഓഫ് എക്സ് എന്ന് എഴുതിയപ്പോഴും സിമ്പലിൽ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇപ്പൊ ഇ ഓഫ് എക്സ് ഈ ഒരു അല്ലെ 2 എടുത്തു, ഇവിടുന്ന് 2 എടുത്തു. ആ 2 തന്നെ എക്സ് എല്ലായിടത്തും ഒരേ ഡൊമൈൻ തന്നെയാണ്. ആ 2 തന്നെ F1ന്റെ F2ന്റെ F3യുടെയും ആർഗ്യുമെന്റിൽ നമുക്ക് അപ്ലൈ ചെയ്യാം. കാരണം F1ന്റെ F2ന്റെ F3യുടെയും ഡൊമൈൻ സെയിം ആണ്. അപ്പോൾ F1 പറയാം, F2 പറയാം, F3 പറയാം, എഴുതാൻ അറിയാം. ഇപ്പൊ നമുക്ക് F1 F2 F3യുടെ റൂള് ക്ലിയർ കട്ട് ആയിട്ട് ഡിഫൈൻ ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് ഇതേ മാറുകയുള്ളൂ. F1 ആണ് F1x, ഇവിടെ F2 ആണ്, അടുത്തതിൽ F3 ആണ്. അത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അതിന്റെ വാല്യൂ എഴുതാം. ഇപ്പോൾ നമുക്ക് തൽക്കാലം ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം. F1 F2 F3 എന്നാ വേണ്ട? ഇ എക്സ് പറയണമെങ്കിൽ ഇ എക്സ് വിൽ ബി എ പോയിന്റ് ഓഫ് y1 ക്രോസ് y2 ക്രോസ് y3. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് എ ട്രിപ്ലെറ്റ്. ഫസ്റ്റ് കമ്പോണന്റ് ഇൻ y1, സെക്കൻഡ് കമ്പോണന്റ് ഇൻ y2, തേർഡ് കമ്പോണന്റ് ഇൻ y3. ആലോചിക്കുന്ന നിങ്ങൾക്ക് അറിയാം. ഫംഗ്ഷൻ പറയുമ്പോൾ ഇമേജ് എടുത്താൽ അത് കോഡൊമൈനിൽ കിടക്കും. അപ്പൊ ഇവിടുത്തെ ഒരു പോയിന്റ് പറയണം. ഈ എക്സാ പറയുന്നത്. എക്സ് വെച്ച് F1നും F2നും F3ക്കും ആപ്ലിക്കേഷൻസ് ഉണ്ട്. അതിന്റെ എവാലുവേഷൻ ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ F1 ആദ്യത്തെ ഫംഗ്ഷൻ, F2 രണ്ടാമത്തെ ഫംഗ്ഷൻ, F3 മൂന്നാമത്തെ ഫംഗ്ഷൻ. എക്സിൽ F1 അപ്ലൈ ചെയ്യുക. F1x is the first coordinate of this point. F2 is the second coordinate of this point. F3x is the third coordinate of this point. This function is called the evaluation of the family of functions. E is evaluation. ആരുടെ എവാലുവേഷൻ ആണ് നടത്തിയത്? നമ്മുടെ കയ്യിലുള്ള F1ന്റെയും F2ന്റെയും F3 ഓഫ് ദ ഫാമിലി ഓഫ് ഫംഗ്ഷൻസ് F1 F2 F3. ഇവരുടെ 3 പേരുടെയും എവാലുവേഷൻ ആണ് നമ്മളിപ്പോൾ നടത്തിയിരിക്കുന്നത്. ദാറ്റ് ഈസ് എ കൺസെപ്റ്റ് ഓഫ് എവാലുവേഷൻ ഫംഗ്ഷൻ. ഇതിനിപ്പോൾ 3 എണ്ണം ആവണമെന്നില്ല, 10 എണ്ണം ആണെങ്കിൽ എന്നായും ഇ ഫ്രം എക്സ് ടു പ്രോഡക്റ്റ് ഓഫ് ദാറ്റ് 10 കോഡൊമൈൻസ് ഇൻ ദ സെയിം ഓർഡർ. ഇവിടെ ഫംഗ്ഷൻസിനൊരു ഓർഡർ ഉണ്ടാവും. അതേ ഓർഡർ എടുത്ത് നമ്മൾ പ്രോഡക്റ്റ്, കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് y1 ക്രോസ് y2 ക്രോസ് എക്സെട്ര ക്രോസ് y10 എന്ന് പറയും. അപ്പോൾ അപ്പോഴത്തെ ഇ എക്സ് എന്തായിരിക്കും? ഇ എക്സ് ഈ എക്സിൽ നിന്ന് y1 ക്രോസ് y2 ക്രോസ് എക്സെട്ര ക്രോസ് y10ലേക്കുള്ള ഫംഗ്ഷൻ ആയിരിക്കും. അപ്പോൾ ഇതുപോലെ F1 F2 F3 F10 നമ്മുടെ കയ്യിലുണ്ട്. എന്നാ ചെയ്യണം? നമ്മൾ എടുക്കുന്ന പോയിന്റിൽ F1x കണ്ടുപിടിക്കണം, F2x കണ്ടുപിടിക്കണം, എക്സെട്ര F10 ഓഫ് എക്സ് കണ്ടുപിടിക്കണം. അങ്ങനെ നമുക്ക് 10 ഫംഗ്ഷന്റെ എവാലുവേഷൻ കാൽക്കുലേറ്റ് ചെയ്യും. അപ്പോൾ ഈ പണി എത്ര ഫംഗ്ഷൻ വേണമെങ്കിലും ചെയ്യാന്നാണ്. നമ്മളിപ്പോൾ ഫൈനൈറ്റ് ആയിട്ടുള്ള കേസ് അല്ല, ഫൈനൈറ്റ് ആയിട്ടുള്ളത് എടുക്കാം മാത്രമല്ല പറയാൻ പോകുന്നത്. നമുക്ക് ഏത് ഫാമിലി ഓഫ് ഫംഗ്ഷൻസ് എടുത്തിട്ട് വേണമെങ്കിലും എവാലുവേഷൻ ഫംഗ്ഷൻ ഫോം ചെയ്യാം. അപ്പോൾ ജനറൽ ആയിട്ട് എവാലുവേഷൻ ഫംഗ്ഷൻ പറയേണ്ടത് ഈ 3 എണ്ണം വെച്ചല്ല, 10 എണ്ണം വെച്ചല്ല. അങ്ങനെ പറയണമെങ്കിൽ ഫംഗ്ഷൻ മാറി മാറി വരുന്നത് ഈ കോഡൊമൈൻ മാറിയതുകൊണ്ടാണ്. അപ്പൊ ആദ്യം ഇത് നിങ്ങൾക്ക് ഐഡിയ മനസ്സിലാൻ വേണ്ടി ഞാനൊരു എക്സാമ്പിൾ എടുത്തതായിട്ട് കൂട്ടിയാൽ മതി. എവാലുവേഷൻ ഫംഗ്ഷന്റെ ഒറിജിനൽ ഡെഫിനിഷനിൽ നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് കോഡൊമൈൻസ് മാറി മാറി വന്നാണ് പുതിയ ഫംഗ്ഷൻസ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് കോഡൊമൈൻസ് ആണ്. അപ്പോൾ കോഡൊമൈൻസിനെ നമ്മൾ ഫംഗ്ഷനാണ് x to y എന്ന് എഴുതാറ്. വൈയിൽ ഒത്തിരി തരത്തിൽ മാറ്റങ്ങൾ വരുത്തണം. അതുകൊണ്ട് y1 y2 y3 എന്നൊക്കെ വിളിച്ചു. അങ്ങനെ ഒത്തിരി പേരുണ്ടെങ്കിൽ yi 3 പേരോ ഉള്ളെങ്കിൽ i equal to 1 2 yi such that i equal to 1 2 3. അതാ ഇപ്പൊ ചെയ്തത് y1 y2 y3. ഇനി 10 പേരുണ്ടെങ്കിൽ i equal to 1 2 3 എക്സെട്ര 10. ഇത് എത്ര എണ്ണം വേണമെങ്കിലും ആകാം, ഏത് ഇൻഡെക്സ് സെറ്റ് വേണമെങ്കിലും ആകാം. i എലമെന്റ് ഓഫ് നാച്ചുറൽ നമ്പർ ആകുമ്പോഴാണ് 1 2 3 എന്ന് പറയുന്നത്. i എലമെന്റ് ഓഫ് എനി ആർബിട്രറി ഇൻഡെക്സ് സെറ്റ്. ഇൻഡെക്സ് കൊടുക്കുന്നത് ഏത് സെറ്റിൽ നിന്ന് വേണമെങ്കിലും ആകാം. അപ്പൊ എണ്ണം പോലും നമുക്ക് പറയാൻ പറ്റില്ലാത്ത അത്രയും yiകൾ നമ്മുടെ കയ്യിലുണ്ട്. ആൻഡ് ഫോർ ഈച്ച് i എലമെന്റ് ഓഫ് i, ഈ ഇൻഡെക്സ് സെറ്റിലെ ഐക്കല്ല. i1 ഉണ്ടെങ്കിൽ y1 ഉണ്ട്, അത് വെച്ച് നമ്മൾ f1 ഡിഫൈൻ ചെയ്യും. i 10 ഉണ്ടെങ്കിൽ i 10 ആണെങ്കിൽ
y10 ഉണ്ട്. f10 ഈസ് ഫ്രം x to y10 എന്ന് നമുക്ക് പറയാം. അപ്പൊ നമുക്ക് ഓരോ ഐക്കും പറഞ്ഞാൽ എങ്ങനെയാ? ഫോർ ഓൾ I element of I fi ഉണ്ട്. fi will be a function from same domain x yi such that I element of I index the family of sets and we have another space x2. ഇത് ഡൊമൈന് വേണ്ടിയുള്ള സ്പേസ്, ഇത് കോഡൊമൈൻസ് മാറി മാറി വരാൻ വേണ്ടിയുള്ള സ്പേസസ് ഇഷ്ടം പോലെ ഉണ്ട്. fi ഫ്രം x to yi ഈ ഫംഗ്ഷൻ നമ്മുടെ കയ്യിൽ ഡിഫൈൻ ചെയ്യാൻ പാകത്തിന് ഉണ്ട്. ഇത്രയും കാര്യം നമ്മുടെ കയ്യിൽ ഉള്ളതാണ്. ദെൻ വി ഡിഫൈൻ x ഉണ്ട്, ഇങ്ങനെ yi ഉണ്ട്, yi വെച്ച് fiകളും ഡിഫൈൻഡ് ആയിട്ടുണ്ട്. ദെൻ വി ഡിഫൈൻ ഈ ഫ്രം x, എല്ലാവരുടെയും ഡൊമൈൻ x ആണ്. f1ന്റെ x ആണ്, f2ന്റെ x ആണ്, ഏത് ഫൈയുടെ ആണെങ്കിലും x ആണ്. അപ്പോൾ അവിടെ x തന്നെ. ഈ ഫ്രം x2 ഇങ്ങോട്ടാണ് ഡിഫൈൻ ചെയ്യുന്നത്. y1 ക്രോസ് y2 ക്രോസ് 1 2 3 ഉള്ളപ്പോഴല്ലേ അങ്ങനെ പറയത്തുള്ളൂ. അല്ലെ ഈ പ്രോഡക്റ്റിനെ നമുക്ക് ഇങ്ങനെ എഴുതാമല്ലോ. ദിസ് ഈസ് ഈക്വൽ ടു പ്രോഡക്റ്റിന് സമ്മേഷന് സിഗ്മ ഉപയോഗിക്കുന്ന പോലെ പ്രോഡക്റ്റിന് ഈ സിമ്പിൾ ഉണ്ട്. I ഈക്വൽ ടു 1 2 എക്സെട്ര അപ് ടു 3. പ്രോഡക്റ്റ് I ഫ്രം 1 to 3 yi. I ഈക്വൽ ടു 1 കൊടുക്കുമ്പോൾ y1, I ഈക്വൽ ടു 2 കൊടുക്കുമ്പോൾ y2, I ഈക്വൽ ടു 3 കൊടുക്കുമ്പോൾ y3. y1 ക്രോസ് y2 ക്രോസ് y3. അങ്ങനെ 10 ഉണ്ടെങ്കിൽ I ഈക്വൽ ടു 1 to 10 എഴുതണം. y1 ക്രോസ് y2 ക്രോസ് എക്സെട്ര ക്രോസ് y10 എന്ന് നമുക്ക് കിട്ടിയിരിക്കും. അപ്പൊ ഇവിടെ എന്നാ ഇൻഡെക്സ് സെറ്റ് I element of I. അപ്പൊ പ്രോഡക്റ്റ് ഇങ്ങനെ എഴുതിയാൽ മതി. ഫ്രം I ഫ്രം 2 പറയാൻ നമുക്കറിയത്തില്ല. I element of I ആരെ എവിടെ വെക്കണ്ടേ? ഐയിലെ ആദ്യത്തെ പോയിന്റിന് എടുക്കുക, y എഴുതുക. ഐയിലെ രണ്ടാമത്തെ എടുക്കുക, കറസ്പോണ്ടിങ് y എഴുതുക. ആ y-കളുടെ ഒക്കെ പ്രോഡക്റ്റ്, കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് നിങ്ങൾക്കറിയാം. എയും ബിയും ഉള്ളപ്പോൾ a ക്രോസ് ബി എഴുതുന്ന, അത് എക്സ്റ്റെൻഡ് ചെയ്ത് a ക്രോസ് ബി ക്രോസ് സി എഴുതുന്ന അതേ പാറ്റേണിൽ നമുക്ക് പ്രോഡക്റ്റ് ഫോം ചെയ്യാവുന്നതേ ഉള്ളൂ, സ്പേസസിന്റെ പ്രോഡക്റ്റ്. അപ്പോൾ ഈ y-കള് ഇത്തരം ഫങ്ഷൻസ് fi-കളെ തരുമ്പം നമുക്കൊരു ഫാമിലി ഓഫ് ഫങ്ഷൻസ് fi yi മാറിയിട്ടല്ലേ ഉണ്ടായേ. ഇൻഡെക്സ് സെറ്റിൽ എത്ര നമ്പർ ഉണ്ടോ അത്രേ, അല്ലെ എത്ര yi ഉണ്ടോ അത്രയും നമ്പർ ഓഫ് ഫങ്ഷൻസ് ഉണ്ടാവും. ദിസ് ഈസ് ദ ഫാമിലി ഓഫ് ഫങ്ഷൻസ് ആൻഡ് ദ എവാലുവേഷൻ ഓഫ് ദിസ് ഫാമിലി ഓഫ് ഫങ്ഷൻസ് is given by, in terms of, evaluation is done in terms of another function e which is from the same common domain x and to the product of the codomains product yi. അപ്പോൾ ഇവിടെയും പറയണം ഈ എങ്ങനെ വർക്ക് ചെയ്യും, ഈ എക്സിലെ ഒരു പോയിന്റിൽ എങ്ങനെ വർക്ക് ചെയ്യും. ഈ എക്സ് ഈക്വൽ ടു ഇങ്ങനെ എഴുതാൻ നോക്കിയപ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ട്. ഈ എക്സിന്റെ ഫസ്റ്റ് കമ്പോണന്റ് എന്നാ അങ്ങനെ പറയത്തില്ല. ഇവിടെ ഈ എക്സിന്റെ, ഈ കിടക്കുന്ന ഈ എക്സിന്റെ ഫസ്റ്റ് കമ്പോണന്റിനെ നമുക്ക് ex of 1 എന്ന് ഡിനോട്ട് ചെയ്യാം. ദാറ്റ് ഈസ് f1 of x. ഈ എക്സിന്റെ ആദ്യത്തെ കമ്പോണന്റ് ex of 1. ex of കഴിഞ്ഞ കേസിലെ ex of 2 എന്ന് പറയുന്നത് തന്നെ എഴുതാം, f2 of x എന്ന് എഴുതാം. ex of 3 എന്ന് പറയുന്നത് ഈ എക്സിന്റെ മൂന്നാമത്തെ കമ്പോണന്റ് ഉദ്ദേശിച്ച് ex of 3 ഈക്വൽ ടു f3 of x എന്ന് എഴുതാം. അപ്പൊ ഇവിടെ എന്നാ പറയണ്ടേ, ഈ എക്സിന് എത്ര കമ്പോണൻസ് ഉണ്ട് എന്ന് പറയാൻ ഇവിടെ 3 എഫ് ആയിരുന്നു ഉണ്ടായിരുന്നത്, f1 f2 f3. അതുകൊണ്ട് ഈ എക്സിന് 3 കമ്പോണൻസ്. f1 f2 എക്സെട്ര f10 ഉണ്ടായിരുന്നെങ്കിൽ ഈ എക്സിന് 10 കമ്പോണൻസ് ഉണ്ട്. അതിന് നമുക്ക് ex of 1 ex of 2 എക്സെട്ര ex of 10 കമ്പോണൻസിലെ ആദ്യത്തെ പൊസിഷൻ തന്നെ രണ്ടാമത്തെ പൊസിഷൻ തന്നെ എന്നൊക്കെ എഴുതാം. അപ്പൊ ഇവിടെ ex പറയുമ്പോൾ ex ഈക്വൽ ടു എന്ന് എഴുതി കാണിക്കാൻ ഈ എഴുതിയതുപോലെ നമുക്ക് എഴുതത്തില്ല. പക്ഷെ നമുക്കറിയാം അതിന്റെ ith കമ്പോണന്റ്. അപ്പൊ ഇങ്ങനെ എഴുതിയാൽ മതി, ex of 1 ex of 2 ex of 3 എഴുതിയ പോലെ തന്നെ നമുക്ക് പറയാം ex of എന്നാ പറയണ്ടേ, ex of i ith കമ്പോണന്റ്. ഇത് 10ാമത്തെയാണ് ex of 10. നമ്മൾ എഴുതാൻ പോകുന്ന, ഇതുപോലെ എഴുതാൻ പോകുന്ന, എൻഡുപ്പിൾ എന്ന് പോലും പറയത്തില്ല, എത്ര എണ്ണം ഉണ്ടെന്ന് അറിയത്തില്ല, എഴുതാൻ പോകുന്ന ആ എക്സ്പ്രഷന്റെ ith കമ്പോണന്റ് എന്തായിരിക്കും, fi of x. ഇറ്റ് ഈസ് കണക്റ്റഡ് ടു fi of x. 1 ഇൻഡെക്സ് ഉണ്ടെങ്കിൽ ex of 1 f1 x, 10 ഇൻഡെക്സ് ഉണ്ടെങ്കിൽ ex of 10 f10 of x. അതേ പറയത്തുള്ളൂ. ഫോർ ഓൾ I element of i. I 7 ആണെങ്കിൽ ex of 7. നമ്മൾ എഴുതാൻ പോകുന്ന എൻഡുപ്പിൾ എന്ന് പറഞ്ഞാൽ തീരുന്ന തന്നെ പറയത്തുള്ളൂ. നമ്മൾ എഴുതാൻ പോകുന്ന ഇതുപോലത്തെ എക്സ്പ്രഷന്റെ 7ാമത്തെ കോർഡിനേറ്റ് എന്തായിരിക്കും, 7ാമത്തെ ഫംഗ്ഷൻ വെച്ച് എക്സിന്റെ ഇമേജ് കാൽക്കുലേറ്റ് ചെയ്യുന്ന, 2ാമത്തെ ഫംഗ്ഷൻ വെച്ച് എക്സിന്റെ ഇമേജ് f2x ചെയ്ത പോലെ 7ാമത്തെ ഫംഗ്ഷൻ വെച്ച് ഈ പോയിന്റ് എക്സിന്റെ ഇമേജ്
തന്നിരിക്കുന്ന ഫംഗ്ഷൻ റൂൾസിൽ നിന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. അത് ഇവിടുത്തെ ഏഴാമത്തെ കമ്പോണന്റ്